ഈ കാണുന്നതാണ് പയസിനി പുഴ. പുഴയ്ക്കപ്പുറം കാറടുക്ക വനം. ആ വനത്തിൽ നിന്നാണ് കാട്ടാനക്കൂട്ടം നീന്തി ഈ പുഴ വഴി നീന്തി ഈ വഴി കയറി നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ വഴി കൃഷിയിടങ്ങളിലേക്ക് എത്തുക. ബേഡടുക്ക പഞ്ചായത്തിലെ ഒളിയത്തടുക്കത്തിലെ 40 കുടുംബങ്ങൾക്കാണ് കാട്ടാനപ്പേടിയിൽ ഉറക്കം നഷ്ടപ്പെട്ടത്. തിങ്കളാഴ്ച പുലർച്ചെ കാട്ടാനകൾ കൂട്ടമായി എത്തി ചവിട്ടിമെതിച്ച ഇവരുടെ കൃഷിയിടങ്ങളാണ് ഇത്. ഞങ്ങൾക്ക് വേറെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സന്ധ്യാസമയത്തിൽ ഞങ്ങൾ ഇവിടെ പോയിട്ട് വന്നിട്ട് കുളിക്കാനെല്ലാം ഇറങ്ങുന്നുണ്ട്. അപ്പം ഇത് അറിയാതെ വന്ന് 8-9 ആയിട്ട് അപ്പോൾ 1-2 നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഓടിക്കാൻ നോക്കുമ്പോഴേക്കും മറ്റേത് മീറ്റല ഭാഗത്ത് അങ്ങനെ വന്നിട്ട് നമ്മൾ ആക്രമിക്കാൻ വരുന്നു. ഇവരുടെ ജീവനോപാധി കൃഷി മാത്രമാണ്. വിളകൾ നശിപ്പിക്കപ്പെട്ടിട്ടും അർഹമായ നഷ്ടപരിഹാരം ലഭിക്കുന്നില്ല. കൃഷിയിടങ്ങളോട് ചേർന്നാണ് വീടുകളെന്നതും ഭീതി വർദ്ധിപ്പിക്കുന്നു. ആവശ്യത്തിന് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർ റേഞ്ച് പരിധിയിലില്ല. വന്യമൃഗങ്ങൾ ഇറങ്ങിയാൽ വിളിക്കേണ്ട റാപ്പിഡ് റെസ്പോൺസ് ടീമിൻ്റെ അവസ്ഥ ഇങ്ങനെ. ഈ കാസർഗോഡ് ജില്ലയ്ക്ക് വേണ്ടിയിട്ട് ഒരു RRT അനുവദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അനുവദിച്ചത് ബോവിക്കാനം, മുളിയാർ പഞ്ചായത്തിൽ ബോവിക്കാനത്താണ് അത് അനുവദിച്ചത്. അത് ഏതോ ഒരു പ്രത്യേക സമ്മർദ്ദം താല്പര്യപ്രകാരം അത് കള്ളാർ ഓഫീസാക്കി അവിടെ ഒരു ബോർഡ് വെച്ചിട്ട് അവിടെയാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ അവിടുന്ന് ഇവിടത്തേക്ക് എത്താൻ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന് ഇവിടെ എത്താനുള്ള ഒരു സാഹചര്യമില്ല. എരിഞ്ഞിപ്പുഴ മുതൽ മലാങ്കടപ്പ് വരെയാണ് സോളാർ വേലി എത്രയും പെട്ടെന്ന് വേണ്ടത്. പടക്കം പൊട്ടിച്ചും പാട്ടകൊട്ടിയും കൂക്കി വിളിച്ചും എത്ര നാൾ ഇവർക്ക് ഉറങ്ങാതിരിക്കാനാകും? ക്യാമറാമാൻ രഞ്ജിത്ത് മന്നിപ്പാടിക്കൊപ്പം അലക്സ് റാം മുഹമ്മദ്, 24 കാസർഗോഡ്.